ഹായ് ഹലോ മൈത്തോരു മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ വീട് വിട്ടു പോവാണല്ലോ. അതിനുശേഷം വൈജയന്തി നെടുമ്പുരക്കിലേക്ക് വരുന്നുണ്ട്. അവളെ കാണുമ്പോഴെല്ലാം ബാലചന്ദ്രൻ ഒരു പുച്ഛത്തോടെയാണ് നോക്കുന്നത്. ഇടയ്ക്കെല്ലാം അലീനയെ കാണാൻ പോകുന്നത് കണ്ട് വൈജിക്ക് കലി തൊള്ളുന്നുണ്ട്. ഇവിടെ ഭാര്യ ഒരാളുണ്ട്, വിധവയെ പോലെ താഴത്തെ റൂമിൽ തള്ളിയിട്ട് നിങ്ങൾ സുഖവാസാണല്ലോ. ഇടയ്ക്ക് വേലക്കാരി പെണ്ണിനെ കാണാനും പോകുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സമയം ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ വൈജയെ നോക്കിക്കാണ്ട് മുകളിലേക്ക് തന്നെ കയറിപ്പോവാണ്. തൻ്റെ ബാഗ് എടുത്ത് കാറിൻ്റെ കീ എടുത്ത് നേരെ അയാളുടെ സ്വർണ്ണക്കടയിലേക്കൊക്കെ മറ്റോ ഇവിടേക്ക് പോവാണ് കേട്ടോ. ആ സമയം തന്നെ കലിതുള്ളി വൈജ തൻ്റെ ബാഗിലേക്ക് ടിഫിൻ ബോക്സ് എല്ലാം വെക്കുന്നുണ്ട്. ബബിത അന്നേരം വഴി എന്താ അമ്മ ഇങ്ങനെ എപ്പോഴും ദേഷ്യത്തിൽ ഒന്ന് ചിരിച്ച മുഖത്തോടെ കണ്ടിട്ട് എത്ര നാളായി? അതെ, നിന്റെ അച്ഛനോട് പറ. അച്ഛൻ എനിക്ക് നല്ല സമാധാനമല്ല തരുന്നത്. അമ്മ അച്ഛന് വലിയ സമാധാനം കൊടുക്കുന്നുണ്ടോ? എന്നിട്ടും ഞങ്ങളോട് എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇതിപ്പോൾ എന്തോ മാതിരി. അലിയ ചേച്ചി ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. അതായിരുന്നു ഇതിനേക്കാൾ ഭേദം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ടെങ്കിലും നോക്കുമായിരുന്നു. അടി ആ വേലക്കാരടി ഈ കുടുംബം ഇങ്ങനെ ആക്കിയത്. അവളെ നിങ്ങളൊക്കെ കയ്യിലെടുത്ത് എന്തൊക്കെയോ പ്രയോഗിച്ച് നിങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിത്തിരിക്കിയതാ. അമ്മയാണിപ്പോൾ ആ പണി ചെയ്യുന്നത്. നമുക്ക് നാണല്ലേ? സ്വന്തം മോളെ പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ? അതിനെ ഞാൻ അവളെ പ്രസവിച്ചതല്ലല്ലോ. എന്നാലല്ലടി എൻ്റെ സ്വന്തം മോളാവുള്ളൂ. ഞാൻ 3 പ്രസവിച്ചിട്ടേ ഉള്ളൂ. ആർക്കറിയാം എത്രണ്ണം പ്രസവിച്ചെന്ന്? ബബിത ദേഷ്യത്തിൽ പറയാതാണെങ്കിലും അത് വൈജയുടെ നെഞ്ചിനുള്ളിൽ കൊള്ളുന്നുണ്ട്. എടി ബബിതെ, എന്തൊക്കെയാടി നീ പറയുന്നത്? ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതിന് അമ്മ ഇങ്ങനെ ചാടേണ്ട. അമ്മ പ്രസവിച്ചെങ്കിലല്ലേ അമ്മയ്ക്ക് പേടിക്കത്തുള്ളൂ. അമ്മ എന്തിനാ ആ കാര്യത്തിൽ പിടിച്ചിങ്ങനെ തൂങ്ങുന്നത്? ആ സമയം വൈജ ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. മക്കളും കണക്കാം, ഭർത്താവും കണക്കാം. അവൾ ഇവിടെ വന്നതിന് ശേഷം ഇവറ്റികളുടെയൊക്കെ സ്വഭാവം മാറിപ്പോയത്. തൻ്റെ കൂടെ ഒരു പേട്ടം നിന്നിരുന്ന പെണ്ണാ ബബിത. അവളെയും കൂടെ മാറ്റിക്കളഞ്ഞല്ലോ. അവൾ ഭയങ്കരിയാണ് എന്നെല്ലാം ചിന്തിച്ച് പോകുമ്പോഴാണ് വൈജയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അങ്ങനെ വൈജ എടുത്ത് നോക്കിയപ്പോൾ അമ്മയാണല്ലോ. ഈ സമയത്ത് അമ്മ എന്തിനാ വിളിക്കുന്നത്? അങ്ങനെ ഫോൺ കാതോട് ചേർക്കുക. മോളെ വൈജയെ, നിനക്ക് സുഖല്ലേ? എത്ര ദിവസമായടി നീ ഇങ്ങോട്ട് വന്നിട്ട്? ഞാൻ ബാങ്കിൽ പോകാൻ ഇറങ്ങായിരുന്നു. നീ പോകുന്ന വഴി ഇതിലൂടെ വാ. അതെന്താ അമ്മേ ഞാൻ അതിലൂടെ വരുന്നത്? എനിക്ക് അല്ലെങ്കിലേ സമയമില്ല. നിനക്കല്ലെങ്കിൽ എപ്പോഴാണ് സമയമുള്ളത്? ഈ വയസ്സായ അമ്മ നിന്നെ വിളിച്ചാൽ പോലും നിനക്ക് വരാൻ വയ്യാതെന്നായോ? ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് വൈജ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജ അവിടേക്ക് എത്തുമ്പോൾ കമൽ എവിടേക്കോ പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത് കമലയുടെ ഇത് എവിടെ പോകുന്നു? ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അതെന്താ ഇത്ര പെട്ടെന്ന്? അതൊക്കെയുണ്ട്. മനുവിൻ്റെ ഒരു കാര്യം, കല്യാണക്കാര്യം കൂടെ നോക്കാനാട്ടോ കമല ഈ പോകുന്നത്. അങ്ങനെ കുളത്തുപുഴയിലുള്ള കമലയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെയാണല്ലോ അലീനയുടെയും അച്ഛൻ്റെ വീടായ സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്. അവിടെയാണല്ലോ. അപ്പോൾ അമ്മയുടെ അടുത്ത് ആരാ? അത് പറയാനും കൂടി വൈജയെ അമ്മ വിളിച്ചത്. വൈജ ഇന്ന് ബാങ്കിൽ നിന്ന് വരുമ്പോൾ ഇവിടെ നിൽക്കണം. അതുവരെ അമ്മ തനിച്ചോ? പകലല്ലേ, അപ്പം പ്രശ്നമൊന്നുമില്ല. പിന്നെ ശിവേട്ടനും മനുവും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാട്ടോ. ശരി, ഞാൻ അപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ലെന്നൊക്കെ വൈജ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കുമ്പോൾ അവർ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യില്ലേ, 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും. നീ കൃഷ്ണയോടും ബബിതയോടും ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറഞ്ഞുകൊണ്ടാണ് കമൽ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കമല തൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് ആ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. കമലയടുത്താണ് പോയി കഴിഞ്ഞപ്പോൾ വൈജ അമ്മക്കരികിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അമ്മയോട് പറയും, എന്താ അമ്മേ പെട്ടെന്ന് കമലയടുത്തേക്ക് ഇങ്ങനെ ഒരു യാത്ര? മനു അലീനയെ വിവാഹം കഴിക്കുമെന്ന് വല്ലാത്ത ഭയമാണ് അവൾക്ക്. അവളെങ്ങോട്ട് കൊണ്ടുവരുമെന്ന് എടി പിടിച്ചിട്ട് അവൻ്റെ വിവാഹം നടത്താനാണ് അവളുടെ തീരുമാനം. അത് പിന്നെ നല്ല കാര്യമല്ലേ? ആ വേലക്കാരി പെണ്ണിനെ ഈ കുടുംബത്തിലോട്ട് തന്നെ ഇനി കൊണ്ടുവരണമെന്നാണോ അമ്മ പറയുന്നത്? എന്നാലും അങ്ങനെയൊന്നും പറയില്ല വൈജയെ, ദൈവത്തെ ഓർത്ത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അമ്മക്ക് അവളോട് ആദ്യമേ ഒരു സിമ്പതി ഉണ്ടെന്ന കാര്യം എനിക്കറിയാം. നീ ആ വിഷയം വിട്. അലീന എന്നില്ലല്ലോ ഇപ്പോൾ നമ്മുടെ വിഷയം. എന്തായാലും നീ ബാങ്കിലോട്ട് പോകാൻ ഇറങ്ങിയല്ലേ, നീ പെട്ടെന്ന് ചെല്ല്. വൈകിട്ട് നീ പെട്ടെന്ന് വരണം. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ വയ്യ, വല്ലാതൊരു പ്രയാസമാണ്. ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജ പോവാൻ കേട്ടോ. അങ്ങനെ കമല അവിടെ എത്തുന്നുണ്ട്. ഒരു വൈകുന്നേരം ആയ സമയമായപ്പോഴേക്കും കമല അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമല അവിടെ ഒരു ഫ്രണ്ടിനോടൊക്കെ സംസാരിക്കുകയാണ്. കമല വന്ന ഉദ്ദേശവും പറയുന്നുണ്ട്. നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കുട്ടിയുണ്ട്, അവളെ ഒന്ന് കണ്ട് മനുവിന് പറ്റുന്നതാണോ ഒന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഇവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പിലാണോ വർക്ക് ചെയ്യുന്നത്?
അതേലോ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഓണറാ അവള് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് അപ്പോഴാണ് കമലയ്ക്ക് ശോഷം നേരെ വീണത്. അവൾ കരുതിയത് ഒരു സെയിൽസ് ഗേളായ പെണ്ണിന് തൻ്റെ മനുവിന് ഒരിക്കലും യോഗ്യതയില്ല. അവളുടെ മനസ്സിൽ നല്ല ആഡംബരവും ജീവിതമൊക്കെയുള്ള നല്ലൊരു പണക്കാരി പെണ്ണിനെ തന്നെയാട്ടോ കമല മരുമകളായിട്ട് കൊതിക്കുന്നത്. അങ്ങനെ അവളെ കാണാനായിട്ട് കമലയും ആ ഒരു ഫ്രണ്ടും കൂടെ ആ ഒരു ഷോപ്പിലേക്ക് കയറുന്നുണ്ട്. ഈ സമയം തന്നെ സ്റ്റാലിനും അതുപോലെ അലീന സ്റ്റാലിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. അവൾ ആ പമ്മിയുള്ള നൃത്തം കാണുമ്പോൾ സ്റ്റാലിൻ ചോദിക്കും, എന്താ പപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അതെ, ഇവിടെ അടുത്തൊരു അനാഥാലയമില്ലേ? ഓ, തുടങ്ങി. നിനക്ക് എവിടെ പോയാലും ഇത് തന്നെ സംസാരിക്കാനുള്ളൂ. ഇത്രയും വർഷങ്ങൾ ഞാനല്ലേ അവിടെയല്ലേ വളർന്നത്. എന്നെ പോലെ ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടാവും. ഞാൻ ആ സിസ്റ്ററെ കണ്ടിരുന്നു. അവിടുത്തെ കുട്ടികൾക്കൊന്നും ഉടുക്കാൻ ഡ്രസ്സില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ അവർക്ക് വേണ്ടി വാങ്ങിയാലോ? അവരുടെ അളവുകളൊക്കെ നിനക്കറിയാമോ? അതിന് അവിടുത്തെ സിസ്റ്റർ എനിക്ക് അളവുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഞാൻ അവിടുത്തെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. 4-5 പേർക്കുള്ള അത് മാത്രം മതി. നീ എന്തായാലും അതിൽ ഉറച്ചു നിന്നാലേ അത് വാങ്ങിക്കാതെ നിവർത്തിയില്ലല്ലോ. താങ്ക് യു പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അലീന സ്റ്റാലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ മകൾ തന്നോട് ആദ്യമായിട്ടൊരു കാര്യം പറയല്ലേ. ഇത്രയും വർഷക്കാലം ഒരു അനാഥയായിട്ടാണ് അവൾ ജീവിച്ചത്. അതിൻ്റെ എല്ലാ വിഷമവും അവൾക്കുണ്ടാവും. അവളെപ്പോലുള്ളവരെ സഹായിക്കാൻ അവളുടെ മനസ്സ്. അതുപോലെ എത്രയോ അലീനന്മാരാണ് എവിടേക്കോ ഇതുപോലെ ഉണ്ടായിരിക്കുക എന്നെല്ലാം സ്റ്റാലിൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അലീനയും കൂട്ടിയിട്ട് അവിടെ അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി വരികയാണ്. ഈ സമയം കമലയുടെ ഫ്രണ്ടും അവിടെ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ നോക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ കാണുന്നുണ്ട് കേട്ടോ. ആ പെൺകുട്ടി എല്ലാവരോടും വളരെ ചുറുചുറുക്കോടെയും ഓടി നടന്നല്ല ആക്റ്റീവായിട്ട് പെരുമാറൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ കമലക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവൾ എൻ്റെ മോൻക്ക് നല്ല ജോഡിയാണ്. മനുവിന് നല്ല ചേർച്ചയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അവളുടെ അമ്മയോടും അച്ഛനോടൊക്കെ സംസാരിച്ചു. മനുവിൻ്റെ ഫോട്ടോ കാണിച്ചു. പെൺകുട്ടിയോട് മാത്രം പറഞ്ഞില്ല. ആദ്യം നീ അവളെ കാണട്ടെ എന്നാണ് ഞാൻ കരുതിയത്. എനിക്കിഷ്ടമായി. ഈ ഒരു കടയും അതുപോലെ പല സ്വത്തുക്കളും അവൾക്കുണ്ട്. അത് കേട്ടതോടുകൂടെ കമലക്ക് വീണ്ടും ഇഷ്ടമാവാണ് കേട്ടോ. അങ്ങനെ കമലൊക്കെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അലീനയും അവളുടെ അച്ഛനും കൂടെ ആ ഒരു ഷോപ്പിലേക്ക് കയറി വരുന്നത്. അലീന കണ്ടതും കമല പെട്ടെന്ന് നിൽക്കുക. ഇപ്പം വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെയാണ് അവളെന്ന കാര്യം ഇങ്ങനെ കമല ഓർക്കാട്ടോ. ആരായിരിക്കും? പപ്പ എന്നൊക്കെ അലീന വിളിക്കുന്നത് കേട്ടതും കമല നെട്ടിപ്പോവാ. പപ്പയോ? ഓ, ഇവളിപ്പോൾ മറ്റവിടുന്ന് ബാലചന്ദ്രനെ അച്ഛ എന്ന് വിളിക്കുന്ന പോലെ തന്നെ ഈ വീട്ടിലെ വേലക്കാരി ആ ഒരു ഓണറേയും പപ്പ എന്ന് വിളി തുടങ്ങിയോ? എന്തായാലും ഇത് നല്ല കൂത്തായിപ്പോയി. ഇവൾ എവിടെ പോയാലും ആണുങ്ങളെ കയ്യിലെടുക്കുന്നുണ്ടല്ലോ. ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നതാ. ആടി, നീ കൊള്ളാമല്ലോ. നിന്റെ കയ്യിലിരിപ്പതേ മനുവിനെയും വൈജിയും എനിക്ക് കാണിക്കണം. മനു നീയെന്ന് കരുതിക്കൊണ്ട് മനസ്സിൽ പൂജിച്ച് നടക്കുകയാണ്. നിന്റെ തനി കോണം അവനൊന്ന് കാണട്ടെ. അങ്ങനെ ഫോണിൽ അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ കേട്ടോ. അവർ രണ്ടുപേരും ഇങ്ങനെ വരുന്നതും അതുപോലെ ആ ഒരു ഡ്രസ്സൊക്കെ നോക്കുകയും അച്ഛനും മകളുമാണെന്ന് അറിയാതെ കമല ആട്ടം കാണാൻ അച്ഛൻ മകളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും അച്ഛൻ്റെ ഓരോരോ കുസൃതിയും മകളിങ്ങനെ അച്ഛൻ ഗൗരവക്കാരൻ അച്ഛനെ ഇങ്ങനെ നിൽക്കണം മുഷിഞ്ഞ് നിൽക്കായിരിക്കും അയാളൊരു കസേരയിൽ. അപ്പോൾ അച്ഛത് നോക്കി എങ്ങനെയുണ്ട്? നീ ആ കുട്ടികൾക്കല്ലേ, നീ എന്തെന്ന് വെച്ചാൽ എടുത്തിട്ട് പെട്ടെന്ന് വാ അലീന, എനിക്ക് വേറെ പണിയുണ്ടോ. അയ്യോ, അപ്പോഴേക്കും പിണങ്ങിയോ എന്നൊക്കെ ചോദിച്ച് അവളിങ്ങനെ താടിയിലൊക്കെ പിടിക്കുന്നുണ്ടൊക്കെടാ. ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ കമല ആകെ തെറ്റിദ്ധരിച്ച് അതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യണം. അതിനുശേഷം അവളിങ്ങനെ മറന്ന് വീഡിയോ ചെയ്യാട്ടോ. അങ്ങനെ എടി അലീന, നിൻ്റെ കഥ തീർന്നടി. നീ എൻ്റെ മകനെ കല്യാണം കഴിച്ച് അവിടെ രാജകുമാരിയായി വാഴാന്ന് നീ കരുതിയോ? എന്നാൽ നടക്കത്തില്ലടി എന്ന് പറയാണ്. അങ്ങനെ അലി 2-3 കവറിലെ ഡ്രസ്സുകളൊക്കെ വാങ്ങി പുറത്തേക്ക് പോകുന്നവരെ കമല പുറകെ തന്നെയുണ്ട്. ഇവളെ പിടിച്ചത് പുളിങ്കൊമ്പിലാണല്ലോ. ഓ, ആ ബാലചന്ദ്രനും അവൾക്ക് ഒരുപാട് കാശ് കൊടുത്ത് കാണും. ഇപ്പത് വേറൊരുത്തം ഇവളുടെയൊക്കെ ഒരു യോഗേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമല ഇങ്ങനെ അലീനയെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ഈ ഫ്രണ്ട് ചോദിക്കും, ആര് കമല അത്? അതെ, ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരായി വന്നവളാ. എന്നിട്ട് എന്തെല്ലാം പുകില അവിടെ ഉണ്ടാക്കി. അവിടുത്തെ മുതലാളിമാരെ വളർത്തില്ല ഇവളുടെ പണി. ഇപ്പത് വേറെ ഏതോ ഒരു മുതലാളി അവളുടെ കീശയിലായിട്ടുണ്ട്. ചിലരിങ്ങനെ തന്നെയാ. ആണുങ്ങളെ കുപ്പിയിലാക്കാൻ അവർ മിടുമിടുക്കന്മാരായിരിക്കും എന്ന് ഇവർ പറയാട്ടോ. അങ്ങനെ ഫോണിലെ വീഡിയോയിലേക്ക് നോക്കിയിട്ട്, എടി നിനക്കുള്ള പണി വരുന്നുണ്ട്. എന്തായാലും വൈജയ്ക്ക് ഇത് ചൂടോടെ കാണിച്ചു കൊടുക്കണം. വൈജാണെങ്കിലും സ്റ്റാലിനെ കണ്ടാൽ തിരിച്ചറിയുകയും ചെയ്യും. എന്നാൽ ഈ കാര്യങ്ങളൊന്നും കമലക്കറിയില്ല.
അങ്ങനെ കമല നാട്ടിലെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോന്നോ എന്ന് മനു ചോദിക്കുമ്പോൾ അതെന്താടാ, ഞാൻ അവിടെ തന്നെ നിൽക്കണമായിരുന്നോ? എന്താ വലിയ സന്തോഷത്തിലാണല്ലോ. അതെ, വലിയ സന്തോഷാ. എത്രയും പെട്ടെന്ന് കല്യാണ ചെറുക്കനായാണെ ഒരുങ്ങിക്കോ. ഇത് കേട്ടാ മനു ആകെ നെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവനും ചോദിച്ചു, നീ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് അവിടേക്ക് പോയത്? ഏത് എൻ്റെ കൂട്ടുകാരിയെ കാണാനാണ്. പിന്നെ മനുവിന് നല്ലൊരു വിവാഹാലോചനയും വന്നിട്ടുണ്ട്. പെൺകുട്ടിയെ ഞാൻ കണ്ടു. നല്ല ചേർച്ച, രണ്ടുപേരും കൂടെ നല്ല വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഓണറും കൂടെയാണ് അവൾ എന്നൊക്കെ പറയുമ്പോൾ മനു പെട്ടെന്ന് തന്നെ അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. എന്താ കമല്, അവൻ പറഞ്ഞല്ലോ ഇപ്പോഴൊന്നും അവനക്ക് വിവാഹം വേണ്ടെന്ന്. പിന്നെ എന്തിനാ നീ നിർബന്ധിക്കുന്നത്? ഇതൊക്കെ ആ ഒരു സമയത്ത് ചെയ്യണം, അല്ലെങ്കിലേ ഒരുപാടങ്ങ് വൈകിപ്പോവും. ഞാൻ വൈജിയെ ഒന്ന് വിളിക്കട്ടെ. എന്തിനാ നീ ഇപ്പോൾ വൈജിയെ വിളിക്കുന്നത്? കാര്യമുണ്ടെന്നേ. അലീനയില്ലേ, അവളെ ഞാൻ കണ്ടിരുന്നു. അലീനയെ കണ്ടെന്നോ? അതെ, ഇവിടെ ബാലചന്ദ്രനെ അന്നോട് അയിനാടി നടക്കുന്ന പോലെ കുളത്തുപോയിലെ ഒരുത്തൻ്റെ കൂടെ അയിനാടിയ അവളുടെ നടത്തം. വൈജെ, എന്തൊക്കെയാ നീ പറയുന്നത്? അതേന്നേ, ദേ കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിലെ ആ ഒരു വീഡിയോ ഓൺ ചെയ്യാനട്ടോ മനുവും അങ്ങോട്ട് വരുന്നുണ്ട്. മനുവും ശിവനും കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. സ്റ്റാലിൻ ജോസഫിൻ്റെ കൂടെ ഷോപ്പിലേക്ക് കയറി വരുന്ന അലീന ഡ്രസ്സുകൾ എടുക്കുകയും കുറച്ച് പാക്ക് ചെയ്യുന്നതും അവർ രണ്ട് അച്ഛനും മകളും തമ്മിലുള്ള ദൃശ്യം കണ്ടതും ശിവനും മനുവും നെട്ടുന്നുണ്ട് കേട്ടോ. അമ്മ എന്തിനാ ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്? പിന്നെ എനിക്ക് നിന്നെ കാണിക്കണമായിരുന്നു. അതിനു വേണ്ടിയാ. നീ അല്ലേ അവൾ വലിയ പരിശുദ്ധയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അതിനെന്താ കുഴപ്പം? അവളുടെ വീട്ടിലെ ജോലിക്കാരൻ ആണല്ലോ. ആ വീട്ടിലെ സ്പോൺസറുടെ കൂടെ അവൾ പുറത്തു വന്നു. ഇതൊരു സ്പോൺസർ ചെയ്യുന്ന കാര്യമാണോടാ? ഇവർ ചെയ്യുന്നത് കണ്ടാൽ അറിഞ്ഞൂടെ? എന്തായാലും അയാൾക്ക് അവൾ മകളെ പോലെയാണ്. ഇവിടെ ഒരുത്തൻ മകളെ പോലെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്നിരുന്നല്ലോ. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ലേ? അങ്ങനെ ശിവൻ പറയും, നീ ആ വീഡിയോ ഡിലീറ്റ് ആക്ക്. ഇത് വൈജ കണ്ടാൽ വലിയ പ്രശ്നമാവുമെന്ന് മനുവിനും ശിവനും അറിയാട്ടോ. അതെ, ഞാൻ ഡിലീറ്റ് ആക്കിയില്ല. ഇത് ഞാൻ എന്തായാലും വൈജയെ കാണിക്കും. അവളുടെ അയിനാട്ടം അവളും കൂടെ ഒന്ന് കാണണ്ടേ. അങ്ങനെ നീ ആരെയും കാണിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ആ ഫോണങ്ങ് പിടിച്ചു വാങ്ങുന്നുണ്ട്. ആ സമയം തന്നെ ആ ഒരു ശിവനും കമലയും കൂടെ ആ ഫോണിന് വേണ്ടി അടിപിടിയാണ് കേട്ടോ. അങ്ങനെ അടിപിടി ചെയ്യുന്ന സമയത്ത് മനുവിനോട് ശിവൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക. ആ ഒരു വീഡിയോ കണ്ടാൽ എന്തായാലും സ്റ്റാലിൻ ജോസഫിനെ ആൻറ്റി തിരിച്ചറിയും. പിന്നെ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് വലിയ ഭൂകമ്പമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആ ഫോൺ അങ്ങ് വാങ്ങുന്നുണ്ട് കേട്ടോ മനു. പെട്ടെന്ന് തന്നെ മനു ആ ഫോൺ ഇങ്ങത്താ, ഈ വീഡിയോ വെച്ച് അമ്മ എന്തായാലും ഇത് വൈജാൻറ്റി കാണിക്കേണ്ടെന്ന് പറഞ്ഞ് അതങ്ങ് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. എടാ മനു, നിന്നോടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് അപ്പോഴേക്കും മനു ആ ഒരു വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തങ്ങ് കൊടുക്കുന്നുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞ് കമല അങ്ങ് പോവാട്ടോ. അകത്ത് കയറി കമല നേരെ വിളിക്കുന്ന വൈജിയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കമലെടുത്തി ആ വീഡിയോ ഇവിടെ വേണമായിരുന്നു, എന്നാൽ എൻ്റെ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മനുവും അവൻ്റെ അച്ഛനും കൂടി ചേർന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ ആയല്ലോ. എന്തായാലും ഒരിക്കൽ ഞാൻ ആ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം. അവളുടെ അയിനാട്ടം കാണാമല്ലോ. ഞാനൊന്നുമില്ല, അവളിവിടെ ഉണ്ടാക്കിയ പുകിലൊക്കെ ഉണ്ടല്ലോ, അവളില്ലാതെ ഈ വീട് അങ്ങ് ജീവിക്കില്ല എന്നായിരുന്നു അലീനയുടെ ഒരു തോന്നൽ. എൻ്റെ മക്കളെ പോലും അവൾ കയ്യിലെടുത്ത് വെച്ചിരിക്കണം. അങ്ങനെ തൽക്കാലം കമലക്ക് ആ ഒരു വീഡിയോ നമ്മുടെ വൈജി കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വൈജി കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വൈജി സ്റ്റാലിൻ്റെ കൂടെയാണ് അലീന എന്ന വിവരങ്ങളൊന്നും ഈ അടുത്തൊന്നും അറിയുന്നില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ ഈ കമല അറിയുന്നുണ്ട്. കമല അറിയുന്നുണ്ട് വൈജയുടെ മകളാണ് അലീന എന്ന്. അറിയുമ്പോഴൊക്കെ ആയിരിക്കും തന്നെ ആകെ ഒരു ഷോക്കാവുക കേട്ടോ. സ്വന്തം ഞാരിക്ക് പിന്നെ പെങ്ങൾ അങ്ങനെയൊന്നുമില്ലല്ലോ, ബബിതയോട് മോശമായിട്ട് പെരുമാറിയ ആളാണ്. അപ്പോൾ ആരിക്ക് വലിയ കൂസലൊന്നുമില്ല. അതുപോലെ എന്നാൽ കമലക്ക് വലിയ നട്ടിൽ ഭാവമൊക്കെ ഉണ്ട്. പക്ഷെ ഒടുവിൽ അലീനയുടെ ആ ഒരു ഇതൊക്കെ മനസ്സിലായി. ഒടുവിൽ കമല വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കമല വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലും മനു അവളെ തന്നെയാട്ടോ വിവാഹം കഴിക്കുന്നത്. ആ ഒരു അടിപൊളി എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കിനി വരാൻ വേണ്ടി പോകുന്നത്.